ഹായ് ഡിയർ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ്. കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ആദ്യം തന്നെ നമുക്ക് ലഞ്ചിനുള്ള പച്ചക്കറിയും ബീഫും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഏത് പച്ചക്കറിയാണെങ്കിലും കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചങ്ങാണ്ട് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ വെച്ചിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് നമ്മളെ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് മുഴുവനായി തന്നെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കഴുകിങ്ങാണ്ട് ക്ലീനാക്കി എടുക്കണം. The shadows play, the wind hums songs at the break of. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച വെജിറ്റബിൾസും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറൊന്ന് മൂടി വെച്ച് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉപ്പേരിക്ക് ഞാൻ പയറും വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായി തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മളെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തെ അടുപ്പിന് നമ്മളെ ചോറും ആയിട്ടുണ്ട്. അത് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി കൊടുക്കാം. ബീഫ് കറിയിലേക്ക് ഞാനൊരു കിഴങ്ങും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കിഴങ്ങാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉപ്പേരി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത ഉള്ളിയും ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ചെറു തീയിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉപ്പേരി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീഫ് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ചട്ടി തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു. ഒന്ന് സംസാരിച്ച് വന്നപ്പോഴത്തേനും ഉള്ളി കരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്തതും ഒരു 2-3 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങും ബീഫും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറിയാണ്. ലാസ്റ്റ് ഈ ബീഫിൻ്റെ മുകളിൽ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ ഉപ്പേരി ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ ഞങ്ങൾ രാവിലെ കുറച്ച് മുതിര പുഴുങ്ങിയതാണ് കേട്ടോ. അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ കൗണ്ടർ ടോപ്പും അടുപ്പും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് തുണികളും കൂടി ഉണ്ട് മടക്കാൻ. അതും കൂടി ഒന്ന് മടക്കി വെക്കട്ടെ. അപ്പോൾ തുണി മടക്കലൊക്കെ കഴിഞ്ഞു. കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഞങ്ങൾ ചോറ് കഴിക്കലാണ്. അപ്പോൾ ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.